പ്രമാദമായ ഷാബാസ് ഷെരീഫ് വധക്കേസിൽ ശിക്ഷാവിധി നാളെ. മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫ്, രണ്ടാം പ്രതിയായ ഷൈബിന്റെ മാനേജർ, ആറാം പ്രതിയായ ഷൈബിന്റെ ഡ്രൈവർ എന്നിവർ കുറ്റക്കാരെന്നാണ് മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി കണ്ടെത്തിയത്. ശാസ്ത്രീയ തെളിവുകളുടെ മാത്രം അടിസ്ഥാനത്തിൽ അന്വേഷിച്ച വധക്കേസിലെ വിധി ജഡ്ജ് തുഷാർ എം ആണ് പ്രസ്താവിക്കുന്നത്. ഭാരതീയ ശിക്ഷാ നിയമം 304 മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, 120B ഗൂഢാലോചന, 201 തെളിവ് നശിപ്പിക്കൽ എന്നീ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. മൃതദേഹമോ മൃതദേഹ ഭാഗങ്ങളോ കണ്ടെത്താൻ സാധിക്കാത്ത കേരളത്തിലെ ആദ്യത്തെ വധക്കേസിലാണ് നാളെ നിർണായക വിധിയുണ്ടാകുക. പ്രതികൾ കുറ്റക്കാരാണെന്ന് തെളിയിക്കാൻ ശാസ്ത്രീയ തെളിവുകളെ മാത്രമാണ് പോലീസ് പരിഗണിച്ചത്. ഈ തെളിവുകൾ പരിശോധിച്ച മഞ്ചേരി അഡീഷണൽ സെഷൻസ് കോടതി മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫ്, രണ്ടാം പ്രതിയും ഷൈബിന്റെ ഡ്രൈവറുമായിരുന്ന ഷിഹാബുദ്ദീൻ, ആറാം പ്രതി നിഷാദ് എന്നിവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. 2019 ഓഗസ്റ്റിലാണ് കേസിനാസ്പദമായ സംഭവം. മൈസൂരു സ്വദേശി ഷാബാസ് ഷെരീഫിനെ മൂലക്കുരുവിന്റെ ഒറ്റമൂലി രഹസ്യം അറിയാൻ വേണ്ടി നിലമ്പൂർ മുക്കട്ട സ്വദേശിയായ ഷൈബിൻ അഷ്റഫിന്റെ സംഘം തട്ടിക്കൊണ്ടുപോയി 1 വർഷത്തിലധികം ഷൈബിന്റെ മുക്കട്ടയിലെ വീട്ടിൽ തടവിൽ പാർപ്പിച്ചെന്നും പിന്നീട് 2020 ഒക്ടോബറിൽ കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി ചാലിയാറിൽ ഒഴുക്കിയെന്നുമാണ് കേസ്. മൃതദേഹം കഷ്ണങ്ങളാക്കി പുഴയിൽ തള്ളിയതിനാൽ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ പോലീസിനായില്ല. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പിൻബലവും കേസിന് ലഭിച്ചില്ല. കേസിൽ നിർണായകമായത് ഷാബാസ് ഷെരീഫിന്റെ തലമുടിയുടെ മൈറ്റോകോൺട്രിയ DNA പരിശോധനാ ഫലമാണ്. ഷൈബിൻ അഷ്റഫിന്റെ കാറിൽ നിന്നാണ് തലമുടി കണ്ടെത്തിയത്. ഇത് ഷാബാസ് ഷെരീഫിന്റേതാണെന്ന് പരിശോധനയിൽ തെളിഞ്ഞു. ഈ ശാസ്ത്രീയ പരിശോധനാ ഫലവും കേസിലെ 7ാം പ്രതിയായിരുന്ന സുൽത്താൻ ബത്തേരി സ്വദേശി നൌഷാദ് എന്ന മോനുവിന്റെ സാക്ഷിമൊഴികളുമാണ് കേസിൽ നിർണായകമായത്. 88 ദിവസം കൊണ്ടാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. 1 വർഷത്തോളം നീണ്ട വിചാരണയ്ക്കൊടുവിലാണ് നാളെ വിധി പ്രസ്താവം. ഷൈബിൻ അഷ്റഫിന്റെ ഭാര്യ ഉൾപ്പെടെ 9 പ്രതികളെ കേസിൽ കോടതി വെറുതെ വിട്ടിരുന്നു. ന്യൂസ് മലയാളം, മലപ്പുറം.